നമസ്കാരം, ഞാൻ ദീപ്തി. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലുണാസ്. നിഴൽ നാടകത്തിൽ അകലുന്ന നീതി. വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിന്റെ ആക്രമണത്തിൽ മരിച്ച ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നീതി കിട്ടുന്നില്ലെന്ന് VS. സർക്കാർ നിലപാടിൽ അതൃപ്തി അറിയിച്ച് ആഭ്യന്തരമന്ത്രിക്ക് VSന്റെ കത്ത്. ചന്ദ്രബോസ് വധക്കേസിൽ നിസാമിനെതിരെ കാപ്പ ചുമത്തണം. ചന്ദ്രബോസിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. നിസാമിനെതിരെ കാപ്പ ചുമത്താൻ വൈകുന്നത് നടപടിക്രമങ്ങൾക്കുള്ള കാലതാമസം മൂലമെന്ന് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന കാര്യത്തിലും തീരുമാനമകലെ. നിസാമിന്റെ ജാമ്യാപേക്ഷ തൃശൂർ ജില്ലാ സെഷൻസ് കോടതി തള്ളിയത് ഇന്നലെ. ഓർമ്മകളിലേക്ക് ഒഴുകി നിറയുമ്പോൾ കാർത്തികേയന് തലസ്ഥാനത്തിന്റെ യാത്രാമൊഴി. നിയമസഭാ മന്ദിരത്തിലും KPCC ആസ്ഥാനത്തും പൊതുദർശനത്തിന് വച്ച ഭൌതികദേഹത്തിൽ ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ഇന്ദിരാഭവനിൽ കാർത്തികേയന് അന്ത്യയാത്ര ചൊല്ലാൻ ഗവർണർ P. സദാശിവം, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, AK ആന്റണി, KPCC അധ്യക്ഷൻ VM സുധീരൻ, ശശി തരൂർ MP തുടങ്ങിയവർ. ആശ്രുപുഷ്പങ്ങളുമായി മന്ത്രിമാരും പ്രവർത്തകരും. ഇന്ദിരാഭവൻ നിറഞ്ഞ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും. നിറസൌഹൃദത്തിന്റെ ദീപ്ത നക്ഷത്രത്തിന് കേരള കൗമുദിയുടെ അഞ്ജലി. ആര്യനാട്ടെ പൊതുദർശനത്തിന് ശേഷം കാർത്തികേയന്റെ മൃതദേഹം ശാസ്തമംഗലത്തെ വീട്ടിലെത്തിക്കുന്നത് 4 മണിയോടെ. സംസ്കാരം 6:30 ശാന്തി കവാടത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. പ്രതിഭാഗത്തെ പ്രതിനായകർ. ഡൽഹി നിർഭയ കേസിൽ പ്രതിഭാഗം അഭിഭാഷകർക്കെതിരെ അന്വേഷണം. ബാർ കൌൺസിൽ തീരുമാനം. വിവാദ നിർഭയ ഡോക്യുമെന്ററിയിൽ സ്ത്രീകൾക്കെതിരെ നടത്തിയ മോശം പരാമർശത്തെ തുടർന്ന് അന്വേഷണത്തിന് 3 അംഗ സമിതി. വിഷയത്തിൽ 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. വിഷയം വിവാദമായപ്പോൾ കേസിലെ 4 പ്രതികളുടെയും അഭിഭാഷകരായ ML ശർമ്മ, AK സിംഗ് എന്നിവർക്ക് ബാർ കൌൺസിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഡൽഹി കൂട്ടമാനഭംഗം വിഷയമാക്കിയ ഡോക്യുമെന്ററി BBC സംപ്രേഷണം ചെയ്തത് വ്യാഴാഴ്ച. കേന്ദ്രത്തിന്റെ നിയമ നടപടി വകവയ്ക്കാതെ വിവാദ ഡോക്യുമെന്ററി അമേരിക്ക ഉൾപ്പെടെ 5 രാജ്യങ്ങളിൽ ഇന്ന് പ്രദർശനം. പ്രവാസി വോട്ടിന് പ്രത്യേക സമിതി. അന്യ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർക്ക് സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ അവകാശം നൽകുന്നത് പഠിക്കാൻ പ്രത്യേക സമിതി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലത്തിൽ. വോട്ടവകാശം സംബന്ധിച്ച് നിയമപരവും പ്രായോഗികവുമായ വശങ്ങൾ പരിശോധിക്കും. നിയമ ഭേദഗതിയില്ലാത്ത പ്രവാസികളുടെ ആവശ്യം സാധ്യമാക്കാൻ വഴി തേടുമെന്നും കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം പ്രവാസി വോട്ടവകാശം സംബന്ധിച്ച ഹർജിയിൽ നിലപാട് അറിയിക്കാനുള്ള സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് രാജ്യത്ത് അന്യ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവരുടെ സംഖ്യ 30 കോടിയിലധികം. പ്രവാസി വോട്ട് സൌകര്യം സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്നത് ഇനി 16-ന്. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലുണാസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.